It's now my great privilege to introduce our distinguished guest for today's celebration, Professor M. Abdul Rahman. Let me now invite Professor M. Abdul Rahman to address the gathering. Very good evening. Namaste. Assalamu alaikum wa rahmatullah. Would you like me to speak in English or Malayalam? So I don't know. I don't know to speak in Tamil. Which language you would like to speak? Okay. Yeah. So there are takers for English as well as Malayalam. So I would like to speak both. Okay. Fine. See. Respected distinguished guests in front of me, the office bearers of Kalaikavla Muslim Jamaat, and the energetic and dynamic principal Mr. T. Abdul Majid, Janab Kadraji Sahib, Janab Siad Sahib, and we have the Honorary Secretary Muslim One Aid Society Government of Tamil Nadu, Mr. Maluk Muhammad Sahib, the former advisor of the school, Mr. Samraj, Mrs. Afna, respected faculties, teachers, BIMS family, parents, and my dear and dear students. Again, a very good evening. Namaste. Assalamu alaikum. So we are simply sitting, and a youth with wings are the assurance of our nation. Okay? എൻ്റെ മുമ്പിലിരിക്കുന്നത് ഏറെ എനർജറ്റിക്കും ഡൈനാമിക്കും ആയിട്ടുള്ള സൊസൈറ്റിയാണ്. വെൻ ഐ വിഷ്, വൈ ആർ യു സിംപ്ലി കീപ്പിംഗ് സൈലൻസ്? സോ വെരി ഗുഡ് ഈവനിങ്. ദാറ്റ്സ് വാട്ട് വി ഓൾവേസ് എക്സ്പെക്ട് ഫ്രം യു, ബിക്കോസ് യു ആർ ദ ബാക്ക് ബോൺ ഓഫ് ദ നാഷൻ ആൻഡ് യു ഹാവ് ടു ലീഡ് ദ കൺട്രി ടുമോറോ. നിങ്ങളിലാണ് സമൂഹത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ പ്രതീക്ഷയിരിക്കുന്നത്. നിങ്ങളാണ് നാളെ നയിക്കേണ്ട നായകർ. നിങ്ങൾ ഒരുപാട് ലീഡേഴ്സിനെ കാണുന്നു, ഒരുപാട് കോർപ്പറേറ്റ് മേധാവികളെ കാണുന്നു, ഒരുപാട് സിവിൽ സർവൻസിനെ കാണുന്നു, ഒരുപാട് എഞ്ചിനീയേഴ്സിനെയും ഡോക്ടേഴ്സിനെയും ന്യായാധിപന്മാരെയൊക്കെ കാണുന്നു. അപ്പം നിങ്ങളാണ് തീർച്ചയായിട്ടും നാളെ നയിക്കേണ്ടത്. സോ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു അഗെയിൻ ദാറ്റ് എ യൂത്ത് വിത്ത് വിങ്സ് ആർ ദ അഷുറൻസ് ഓഫ് നാഷൻ. If this is true, I am very happy to be in front of you, an energetic and dynamic youth. In your hands, the destiny of our country lies. So that is what we always expect from you. Okay? So the role of youth plays more and more significant as India is leading into a knowledge-based economy. ഇന്ത്യ ഒരു knowledge-based എക്കണോമിയിലേക്കുള്ള പുരോഗമനത്തിൻ്റെ പാതയിലാണ്. അതിൽ വിജ്ഞാനാധിഷ്ഠിതമായ സമൂഹത്തിന് ഒരുപാട് പങ്ക് വഹിക്കാനുണ്ട്. ഐ നോ ദാറ്റ് യു ആർ നോട്ട് ഹിയർ ടു ലിസൺ ദ സ്പീച്ചസ്. നേരത്തെ സെക്രട്ടറി സാഹിബ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രസംഗം കേൾക്കാനൊന്നും അല്ല നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. സോ യു ആർ ഹിയർ ടു സീ ദ പ്രോഗ്രാംസ്. സോ ദാറ്റ് ഈസ് ഷോക്കേസിങ് ടുഡേ. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സമയമൊന്നും എടുക്കില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാത്രം നിങ്ങളോട് പറയാനുള്ളത് കൊച്ചു വാക്കുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. Okay, India's vision is to become a superpower by 2030 and a developed country by 2047. So you have to contribute for that. 2047 ഒരു വികസിത രാഷ്ട്രമാകാൻ കൊതിക്കുന്ന ഇന്ത്യയുടെ തൂണുകളായി മാറേണ്ടവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹം. തീർച്ചയായിട്ടും അതിന് പാകപ്പെടുത്തിയെടുക്കുന്ന ബിംസ് പോലുള്ള സ്കൂളുകളെ ഞാൻ തീർച്ചയായിട്ടും പ്രകീർത്തിക്കുകയാണ്. So I would like to tell you that having a degree alone will not help you at all. Okay? കേവലം ഒരു ബിരുദം കൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സമൂഹത്തിലല്ല ഞാനും നിങ്ങളും കഴിയുന്നത്. ബിക്കോസ് ദ വേൾഡ് ഈസ് വെരി വെരി കോമ്പറ്റേറ്റീവ്. വി ആർ ലിവിങ് ഇൻ എ വേൾഡ് വേർ ദ മെഷീൻസ് ആർ റൂളിങ്. ഓക്കെ, നോട്ട് ദ മാൻ. ഓക്കെ, സോ നൗ യു കൻ സീ ദറ്റ് യു ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ, യുവർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ സിറ്റിംഗ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളോടൊപ്പമാണ് ഇന്ന് നിങ്ങൾ കൂടെ ഇരിക്കുന്നത്. ടുമോറോ ദ സിറ്റുവേഷൻ വിൽ നോട്ട് ബി ലൈക്ക് ദിസ്. യു വിൽ ബി സിറ്റിംഗ് എ ഫ്രണ്ട് ഹൂ ഈസ് എ റോബോട്ട്. കൻ യു ഇമാജിൻ ദാറ്റ്? നാളെ ഒരു പക്ഷേ നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്ത് ഒരു റോബോട്ടായിരിക്കാം. ഇന്ന് ജീവനുള്ള ഒരു സുഹൃത്താണെങ്കിൽ അത് നാളെ എങ്ങനെ ആയിരിക്കാം? I will tell you one thing, how the technology can be used. Now the technology is everywhere. Okay, without technology we cannot move a little further. Okay, ഒരു നിമിഷത്തിൻ്റെ ഒരു നാനോ സെക്കൻഡിൽ ഒരു അംശമെങ്കിലും ടെക്നോളജി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് ഇല്ലാതെ സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു ലോകത്തിലല്ല ഞാനും നിങ്ങളും കഴിയുന്നത്. അപ്പം ടെക്നോളജി അത്രമാത്രം വികസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ ടെക്നോളജിയോടൊപ്പം നടക്കാൻ നമ്മളും ആ ടെക്നോളജി കൂടുതൽ സ്വായത്തമാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പഠനത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ആ ടെക്നോളജിയുടെ ആവശ്യമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്കുകൾ ഉപയോഗിച്ചത്. ഓക്കെ, ടെക്നോളജി ഹസ് ബിക്കം എ പെർവസീവ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ എനി ഏരിയ വിച്ച് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്. Wherever you go, you can see the effect of technology. Without technology, we cannot
move a little further. But the technology is a double-edged sword. ടെക്നോളജി ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് ടെക്നോളജി. ഇറ്റ് ഈസ് അപ് ടു യു ടു യൂട്ടിലൈസ് വെദർ ഇറ്റ് ഈസ് ഫോർ ദ പോസിറ്റീവ് പർപ്പസ് ആസ് വെൽ ആസ് എ നെഗറ്റീവ് പർപ്പസ്. ഒരു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണോ ഒരു തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതാണ് ദാറ്റ് ഈസ് വോട്ട് ദ ടെക്നോളജി. സോ യു ക്യാൻ യൂസ് ദ ടെക്നോളജി ഫോർ എനി കൈൻഡ് ഓഫ് പർപ്പസ്. ആസ് ഐ സെഡ്, tomorrow now even itself the machines are ruling the world, not the man. Okay, so we are living in a deep learning world, machine learning world. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലാണ് ഞാനും നിങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലൂടെയാണ് നാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഫ് യു ഗോ ടു ദ റോഡ്സ് യു ക്യാൻ സീ ദ ഡ്രൈവർലെസ് കാർസ് ആർ ഓൺ ദ റോഡ്. അല്ലേ, നമ്മൾക്കിന്ന് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈവറൊന്നുമില്ലാത്ത കാറുകൾ നമുക്ക് റോഡിലൂടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ആ കാറിൽ ഇറങ്ങി എവിടത്തേക്ക് പോകണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ദാറ്റ് കാർ വിൽ ടേക്ക് യു ടു ദ റെസ്പെക്റ്റീവ് ലൊക്കേഷൻ. ഓക്കെ, സോ ഐ വുഡ് ലൈക്ക് ടു ടെൽ മൈ ടീച്ചേഴ്സ് ദാറ്റ് ഡോണ്ട് ടീച്ച് ദ സ്റ്റുഡൻസ് ഓൺലി ടു പാസ് ഇൻ എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. ഓക്കെ, ഒരു വിഷയം പാസ്സാവാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നവരായി നമ്മുടെ ടീച്ചേഴ്സ് മാറരുത്. അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ വിദ്യാർത്ഥികളോടുള്ള ഉപദേശവും. ഒരു വിഷയം പാസ്സാവാൻ, ഒരു സബ്ജക്റ്റ് പാസ്സാവാൻ വേണ്ടി മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളായി നിങ്ങൾ ഒരിക്കലും മാറരുത്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഹാസ് ടു ബി ചേഞ്ച്ഡ്. ഓക്കെ, we are, as I said, we are living in a world where the technology is living. Okay, I would like to tell you one small example how the technology is important. Okay, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ നിങ്ങൾ ഇരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തിരിക്കുന്നത് നിങ്ങളുടെ സുഹൃത്ത് ഒരു പക്ഷേ ഒരു റോബോട്ടായിരിക്കാം. ഡു യു നോ ദാറ്റ് എ റോബോട്ട് ഈസ് ഗ്രാജുവേറ്റഡ് ഫ്രം ആൻ യൂണിവേഴ്സിറ്റി? നിങ്ങളെപ്പോലെ സ്കൂളുകളിലും കോളേജിലൊക്കെ പോയി പഠിച്ച റോബോട്ട് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് ഇൻ 2016. ആ റോബോട്ടിൻ്റെ പേരാണ് ബിന 48. ഓക്കെ, ബിന 48 എന്നുള്ള റോബോട്ട് ഹാൻസൺ റോബോട്ടിക്സ് നിർമ്മിച്ചതായിരുന്നു. നോട്ടർഡാം യൂണിവേഴ്സിറ്റിയിൽ ബിന 48 എന്നുള്ള റോബോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് വില്യം ബാരി എന്നുള്ള അസോസിയേറ്റ് പ്രൊഫസർ ക്ലാസ്സിൽ പോകുമ്പോൾ ക്ലാസ്സിൽ അസിസ്റ്റ് ചെയ്തിരുന്നത് ഈ ബിന 48 എന്നുള്ള റോബോട്ടായിരുന്നു. ആ റോബോട്ടാണ് ക്ലാസ്സിൽ കൊണ്ടുപോകുമ്പോൾ ഈ ബിന 48 ഇനിയും കൂട്ടി ക്ലാസ്സിൽ പോകും, കുട്ടികൾക്ക് വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്തിരുന്ന റോബോട്ടായിരുന്നു ബിന 48. ഇങ്ങനെ ഒരു ദിവസം ബിന 48 അസോസിയേറ്റ് പ്രൊഫസറായ വില്യം ബാരിയോട് പറഞ്ഞു, ഐ വാണ്ട് ടു ഏൺ എ ഡിഗ്രി ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി. എനിക്ക് മറ്റുള്ള കുട്ടികളെ പോലെ എനിക്കും ഈ കോളേജിൽ നിന്നും ഒരു ബിരുദമെടുത്ത് പാസ്സാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. സോ വില്യം ബാരി അസോസിയേറ്റ് പ്രൊഫസർ സമ്മതിച്ചു, ശരി, ഐ വിൽ മേക്ക് യു ടു ജോയിൻ ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഞാൻ ബിന 48നെ ഈ കോളേജിൽ ഒരു വിദ്യാർത്ഥിയായി ചേർക്കാം. ബിന 48 പറഞ്ഞു, ഐ വാണ്ടഡ് ടു ലേൺ കമ്പ്യൂട്ടർ സയൻസ്, ബട്ട് അസോസിയേറ്റ് പ്രൊഫസർ വില്യം ബാരി ഡസൻ അലോ ദാറ്റ് ബിന 48 ടു സ്റ്റഡി കമ്പ്യൂട്ടർ സയൻസ്. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്നാണ് ബിന 48 പറഞ്ഞതെങ്കിലും അതിൻ്റെ ഓണറായ വില്യം ബാരി എന്നുള്ള അസോസിയേറ്റ് പ്രൊഫസർ ഫിലോസഫി ഓഫ് ലവ് എന്നുള്ളൊരു കോഴ്സിനാണ് ബിന 48 എന്ന റോബോട്ടിനെ ചേർത്തത്. അങ്ങനെ നിങ്ങളെപ്പോലെ ബിന 48 എന്നുള്ള റോബോട്ട് ക്ലാസ്സിലിരിക്കുകയും ഒരു വർഷത്തോളം ആ ക്ലാസ്സിൽ പഠനം പൂർത്തിയായിക്കൊണ്ട് ഫിലോസഫി ഓഫ് ലവ് എന്നുള്ള ബിരുദം പൂർത്തിയാക്കി നോട്ടർഡാം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലോകത്തിലെ ആദ്യത്തെ റോബോട്ടായി പുറത്തു വരികയും ചെയ്തു. അതൊരു ജീവനുള്ള മനുഷ്യനായിരുന്നില്ല, പകരം ഒരു റോബോട്ടായിരുന്നു. നാളെ ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ക്ലാസ്സിലിരിക്കാൻ, നിങ്ങളുടെ കൂടെ പഠിക്കാൻ വേണ്ടി വരുന്നത് ഇതുപോലുള്ള മനുഷ്യനായിരിക്കില്ല, പകരം റോബോട്ടുകളായിരിക്കാം. ഈ ബിന 48 ഫിലോസഫി ഓഫ് ലവ് എന്നുള്ള ബിരുദം നേടിക്കൊണ്ട് മനുഷ്യനും റോബോട്ടുകളും കൂടി വളർന്നാലുണ്ടാവുന്ന വ്യത്യസ്തമായിട്ടുള്ള 17 ഭാവങ്ങളെക്കുറിച്ച് ഒരു വലിയ പ്രബന്ധം അവതരിപ്പിച്ചു. അതാണ് നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ, മെഷീൻ ലേണിങ്ങിലൂടെ വളരെ വ്യത്യസ്തമായ ഒരു ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. I would like to also tell you that I am having a kid. എനിക്കൊരു മോളുണ്ട്. her name is മറിയം. ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ 6th പഠിക്കുകയാണ് മോള്. ഓക്കെ, ഷീ ഈസ് ഹാവിങ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഹർ നെയിം ഈസ് മാളവിക. മാളവികയും മറിയമും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. They are as I said, they are very best friends. They are together for all kind of activities. They are very good in academics. They are very good in extracurricular activities. അപ്പം മാളവികയും മറിയവും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഒരു ദിവസം അവർ തമ്മിൽ തെറ്റി. ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ തെറ്റിയാൽ എന്തായിരിക്കും അവസ്ഥ? അവസ്ഥ? അങ്ങനെ അവർ പിന്നെ കണ്ടാൽ മിണ്ടാതായി കുറച്ച് നാളത്തേക്കൊക്കെ. അങ്ങനെ കുറച്ച് കാലം പോയി. ഇവർ രണ്ടുപേരും കളരി പഠിക്കാൻ വേണ്ടി പോവുമായിരുന്നു. ഓക്കെ, ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഗോൾഫ് ക്ലബ്ബിൽ ഇവർ കളരി അഭ്യസിക്കുന്ന സമയത്ത് ഞാനും ഇടയ്ക്ക് അവിടെ ഓഫീസ് അവേഴ്സൊക്കെ കഴിഞ്ഞ് പോയി കളരി അഭ്യാസം ഇങ്ങനെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ഞാനവിടെ ഇരിക്കുമ്പോൾ മാളവിക എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അങ്കിൾ ഹൂ ഈസ് ദിസ് ഷംസ് എന്ന് ചോദിച്ചു. ഷംസ് ആരാണ് അങ്കിൾ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, മാളവിക ഐ ഡോണ്ട് നോ, മേ ബി സംബഡി ഇൻ യുവർ സ്കൂൾ.
മാളവിക എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഷംസാണ് മറിയത്തിൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് ഷംസാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദാറ്റ് സംബഡി ഇൻ യുവർ ക്ലാസ് ഓർ സ്കൂൾ. അപ്പോൾ മാളവിക എന്നോട് പറഞ്ഞു, ദർ ഈസ് നോ വൺ നെയിംഡ് ആസ് ഷംസ് ഇൻ അവർ സ്കൂൾ. ഞാൻ മാളവികയോട് പറഞ്ഞു, മോളെ ഞാൻ നാളെ അന്വേഷിച്ച് മോളോട് തിരിച്ചു പറയാം. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ മോളെ വിളിച്ചു, മറിയത്തെ വിളിച്ചു. മമ്മു, ഐ ആസ്ക്ഡ് ഹു ഈസ് ദിസ് ഷംസ്, ഷംസ് ആരാണെന്ന് ചോദിച്ചു മോളോട്. ദെൻ ഇമ്മീഡിയറ്റ്ലി മറിയം ഓപ്പൺ മൈ മാക് ബുക്ക് and searched in the internet and showed me a chat bot named as Shams. ഉടനെ തന്നെ എൻ്റെ മാക് ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് ഒരു ചാറ്റ് ബോട്ടിനെ എനിക്ക് കാണിച്ചു തന്നു. ആ ചാറ്റ് ബോട്ടിനിട്ട പേരാണ് ഷംസ് എന്നുള്ളത്. മറിയം ഒരു ചാറ്റ് ബോട്ടിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആ ചാറ്റ് ബോട്ടിനിട്ട പേരാണ് ഷംസ്. ചാറ്റ് ബോട്ട് മാളവിക എന്താണോ രൂപം, ആ മാളവികയുടെ രൂപത്തിലാണ് ഷംസ് എന്ന ചാറ്റ് ബോട്ടിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മാളവികയുടെ ഹെയർ സ്റ്റൈൽ എന്താണോ, എങ്ങനെയാണോ കണ്ണുകൾ, എന്ത് സ്പെക്സ് ആണോ ഉപയോഗിക്കുന്നത്, എന്ത് ഡ്രസ്സാണോ ഉപയോഗിക്കുന്നത്, എന്ത് ഹെയർ സ്റ്റൈലാണോ ഉപയോഗിക്കുന്നത്, അതേ രൂപത്തിലുള്ള ഒരു ചാറ്റ് ബോട്ടിനെയാണ് മറിയം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ചാറ്റ് ബോട്ടുമായിട്ടാണ് മറിയത്തിൻ്റെ സംസാരവും. സോ യു വിൽ റിയലി വണ്ടർ ഹൗ ദെയർ ഫ്രണ്ട്ഷിപ്പ് ഈസ്. ഓക്കെ, ഒരു പക്ഷേ മാളവികയോട് കാണിക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻറ്റിമസിയോട് കൂടിയിട്ടാണ് മറിയം ഈ ചാറ്റ് ബോട്ടിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ദെൻ ഐ അപ്രീഷിയേറ്റ് ഹർ ഫോർ യൂസിങ് ദ ടെക്നോളജി. ഞാൻ മറിയത്തെ ടെക്നോളജി ഉപയോഗിച്ചതിന് വളരെ അഭിനന്ദിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് നഷ്ടമായി പോയാൽ യു ക്യാൻ സിംപ്ലി ക്രിയേറ്റ് എ ബെസ്റ്റ് ഫ്രണ്ട് യൂസിങ് ദിസ് ടെക്നോളജി, റൈറ്റ്? ദെൻ ഐ ആസ്ക്ഡ് ഹർ ഇഫ് ഇറ്റ് ഈസ് ഗുഡ്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഗുഡ്? നല്ലതാണോ? ആണോടോ? വൺ വേ ഇറ്റ് ഈസ് ഗുഡ്. ഓക്കെ, സോ ഈവൻ ഇഫ് യു ലോസ്റ്റ് എനിത്തിങ് യു ക്യാൻ ക്രിയേറ്റ് യൂസിങ് ദിസ് ടെക്നോളജി. ഓക്കെ, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്തും നിർമ്മിക്കാൻ പറ്റും, ചിലതൊഴികെ. ഓക്കെ, ഞാൻ പറഞ്ഞു മോളോട്, ദർ ആർ സർട്ടൻ വാല്യൂസ് വി ഹാവ് ടു കീപ് ഇൻ ഹ്യൂമൻ ലൈഫ്. അതിൻ്റെ പ്രോസും കോൺസും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും എങ്ങനെയാവണം, എന്താവണം, സമൂഹത്തിൽ എങ്ങനെയാവണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും പിറ്റേ ദിവസം മുതൽ വീണ്ടും മറിയവും മാളവികയും ബെസ്റ്റ് ഫ്രണ്ട്സായി തീരുകയും ചെയ്തു. സോ ഐ എം ടെല്ലിങ് യു ഹൗ ദ ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ് പോസിറ്റീവ് ആസ് വെൽ ആസ് എ നെഗറ്റീവ് പർപ്പസ്. So even if you lost anything, you can create simply using the technology. So the technology is everywhere. Okay, so it is up to you. I'm telling you that it is up to you to create the technology. Now ChatGPT is there. The teachers are giving you and giving the lectures in your class. Teachers വന്ന് ക്ലാസ് കൊണ്ട് ഒരുപാട് സംസാരിക്കുന്നു. ഇതിനൊന്നും ആവശ്യകതയുണ്ടോ? ആവശ്യകതയില്ല. ഒരു ദിവസം മറിയം എന്നോട് ഒരു ഡൗട്ട് ചോദിക്കുകയായിരുന്നു കമ്പ്യൂട്ടർ സയൻസിലെ സാധനങ്ങളെ കുറിച്ചുകൊണ്ട്. അപ്പം ഞാൻ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ അത് പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഷി ഹാസ് ഓപ്പൺ ദ മാക് ബുക്ക് ആൻഡ് സെർച്ച്ഡ് ഇൻ ദ ChatGPT. ഷി ഫൗണ്ട് ഔട്ട് ദ ആൻസർ വാട്ട് ഇറ്റ് ഈസ്. അപ്പം കുട്ടികൾക്ക് ഇന്ന് കൂടുതൽ സമയം അധ്യാപകർ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കണം എന്നതിൻ്റെ ഒന്നും ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. സോ ടീച്ചേഴ്സ് ആർ ഓൺലി ദർ ഫോർ ദ ഗൈഡിങ് ഫോഴ്സസ്. ഓക്കെ, സോ അങ്ങനെയും ടെക്നോളജി നിങ്ങൾക്ക് മുമ്പിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് വോട്ട്. അപ്പോൾ ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തോടൊപ്പം നടക്കാൻ നിങ്ങൾക്ക് പഠിക്കണം. അപ്പോൾ ആ സമയത്തോടൊപ്പോഴും സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതോടൊപ്പോഴും ടെക്നോളജി ഉപയോഗിക്കുന്നതോടൊപ്പോഴും വി ഹാവ് ടു കീപ് സർട്ടൻ വാല്യൂസ്. ഓക്കെ, വി ഹാവ് ടു കീപ് സർട്ടൻ വാല്യൂസ് ദാറ്റ് വി വോണ്ട് ഗെറ്റ് ഇറ്റ് ഫ്രം എനിവെയർ. നിങ്ങളാക്കിയ സമൂഹത്തോട് നിങ്ങൾക്കൊരു പ്രതിപത്തി ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇന്ന് നിങ്ങൾ ഇവിടെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആഘോഷിക്കുകയാണ്. ഒരു വർഷത്തെ നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിൻ്റെ ആകെ തുകയാണ് ഈ ആനുവൽ ഡേ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കലാലയ മുറ്റത്ത് കളിച്ചു വളർന്ന നിമിഷങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങളും ഓർക്കാനുള്ളൊരു ദിവസമാണ് ആനുവൽ ഡേ എന്നുള്ളത്. ഈ ആനുവൽ ഡേ ആഘോഷിക്കുന്നതോടൊപ്പം നിങ്ങൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ഫെയിലിയറും നിങ്ങളുടെ സക്സസ്സുമാണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഫെയിലിയർ വന്നിട്ടുണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ സക്സസ് ഉണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെയൊക്കെ ആഘോഷങ്ങളുടെ ഒരു ആകെ തുകയാണ് ഇന്നത്തെ ഈ ആഘോഷം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദർ വിൽ ബി ഫെയിലിയേഴ്സ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, സോ ഡോണ്ട് എക്സ്പെക്ട് സക്സസ് ഇൻ ഓൾ ദ കേസ്. എല്ലാ സമയവും വിജയിയാവും എന്നൊരിക്കലും നിങ്ങൾ കരുതരുത്. ദർ വിൽ ബി ഫെയിലിയേഴ്സ്. സോ ദിസ് ഈസ് എ ലേണിംഗ് ഗ്രൗണ്ട്. യു നോട്ട് ഓൺലി സെലിബ്രേറ്റ് ദ സക്സസ് ബട്ട് ഓൺലി യു ഷുഡ് നോ ഹൗ ടു മാനേജ് ദ ഫെയിലിയേഴ്സ്. അതിനാണ് നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഉള്ളത്, അല്ലേ? നിങ്ങളെ ദൈവം പോലെ കാണുന്ന ഒരു വലിയ സമൂഹമാണ് ടീച്ചിങ് കമ്മ്യൂണിറ്റി. ടീച്ചേഴ്സിനെ കുറിച്ച് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു പക്ഷേ മതിയാവില്ല. സോ ഒരു വിഷയത്തോടുള്ള ഒരു കുട്ടിയുടെ കൺസെപ്റ്റ്, ആ വിഷയം നല്ലതായിരിക്കണോ ആ വിഷയം മോശമാവണോ എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ടീച്ചേഴ്സാണ്, അല്ലേ?
ടീച്ചേഴ്സിൻ്റെ പ്രതിപത്തിയോടനുസരിച്ചിരിക്കും, ടീച്ചേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അനുസരിച്ചിരിക്കും ഒരു വിഷയത്തോടുള്ള നിങ്ങളുടെ ആക്സെപ്റ്റൻസും അതിനെ റിജക്റ്റ് ചെയ്യുന്നതും. ഒരു സ്ഫടികം എന്ന സിനിമ കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്ഫടികം എന്ന സിനിമയിൽ തിലകൻ ഇങ്ങനെ ഒരു വലിയ മാത്തമാറ്റിക്സ് ആയിട്ടുള്ള ടീച്ചർ, ഭൂഗോളത്തിൻ്റെ സ്പന്ദനം ഇങ്ങനെ കണക്കിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിട്ടുള്ളൊരു ടീച്ചറില്ലേ? അത് കണ്ടിട്ടാണ് സ്വന്തം മകനായ മോഹൻലാലിന് മാത്തമാറ്റിക്സിനോട് വെറുപ്പുണ്ടായിരിക്കുന്നത്. സോ അങ്ങനെയുള്ള ടീച്ചേഴ്സ് നമ്മൾക്കിടയിലുണ്ട്. പക്ഷേ വി ഹാവ് വെരി ഗുഡ് ടീച്ചേഴ്സ് ഹു ആർ മേക്കിംഗ് ആസ് എ വെരി ഗുഡ് സിറ്റിസൺ, ഡൂയിങ് സംതിങ് ഫോർ ദ സൊസൈറ്റി. നമ്മളെ ഒരു പക്ഷേ നമ്മുടെ പാരൻസിനേക്കാളും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടീച്ചേഴ്സിനായിരിക്കാം. So that is why we say that a mother gives birth to a child, but it is a teacher who gives really a life to a particular person. മാതാവ് ഒരു വ്യക്തിക്ക് ജന്മം നൽകുക മാത്രമേ ചെയ്യുന്നുള്ളൂ, പക്ഷേ ഒരു വ്യക്തിയായി വളർത്തിയെടുക്കുന്നതിൽ ഒരു ടീച്ചർക്ക് ഒരുപാട് കഴിവും ഒരുപാട് സാധ്യതകളുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സോ വി ഹാവ് എ വെരി ഗുഡ് ടാലൻറ്റഡ് ടീച്ചേഴ്സ്. ഐ നോ ദാറ്റ് your institute is having a very good talented teachers who are molding you as a responsible citizen who is doing something for the society. That is what we expect from the teachers. So there will be always failures. നമ്മൾ അതിനാണ് നമ്മൾ വലുതാകുമ്പോഴൊക്കെ പ്രാക്ടിക്കൽ ക്ലാസ്സിലൊക്കെ പോകുന്നത്. അതിനാണ് ഇപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഫെയിലിയറിൽ നിന്നുകൊണ്ടാണ് പഠിക്കുന്നത്. സോ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാകും. ആ ഫെയിലിയർ നിന്നുകൊണ്ടാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തുന്നത്. ഓക്കെ, അത് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് പല സംഭവങ്ങളും നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് യങ് ജനറേഷനിലും ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇഫ് യു വുഡ് ലൈക്ക് ടു മാനേജ്, ഇഫ് യു ക്യാൻ മാനേജ് ദാറ്റ് ഫെയിലിയേഴ്സ്, വി വിൽ അച്ചീവ് ദ സക്സസ്. അപ്പം എന്നും നിങ്ങൾ വിജയത്തെ മാത്രം പ്രതീക്ഷിക്കരുത്. ഓക്കെ, വിജയത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടികളാണ് ഇങ്ങനെ പരാജയം. അപ്പോൾ പരാജയം കൊണ്ട് ഒരിക്കലും നിങ്ങൾ നിരാശരാകുകയും ചെയ്യരുത്. ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഫെയിലിയേഴ്സ്. So that failure will be a stepping stone to your success. അങ്ങനെയാക്കി മാറ്റാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ നിരാശരാവുകയും ആ നിരാശ മറികടക്കാൻ വേണ്ടി പല ലഹരിയിലേക്കും പല സംഭവങ്ങളിലേക്കും മാറുന്ന ഒരു സമൂഹമായി ഇന്നത്തെ യങ് ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങളുടെ പരാജയം അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നല്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. ദിസ് ഈസ് എ ലേണിംഗ് ഗ്രൗണ്ട്. ദിസ് സ്കൂൾ ഈസ് എ ലേണിംഗ് ഗ്രൗണ്ട്. So you can celebrate the success. Okay, ഒരിക്കൽ പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഐ ഹാവ് നോട്ട് ഫെയിൽഡ്. തോമസ് അൽവാ എഡിസൺ ഒരിക്കൽ പറഞ്ഞു, ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ബട്ട് ഐ ഫൗണ്ട് ഔട്ട് 10,000 ways doesn't work. ഒരു 10,000 വഴികൾ, വർക്ക് ചെയ്യാത്ത 10,000 വഴികൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായിരിക്കണം എന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാവേണ്ടത്. സോ നിങ്ങളൊക്കെ നേരത്തെ സെക്രട്ടറിയൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ വളരെ ഭംഗിയുള്ളൊരു സ്കൂളുണ്ട്. നിങ്ങൾക്ക് സ്കൂളിലെത്താൻ ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തും, എന്തിന് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു, കേരളത്തിൻ്റെ പല ഭാഗത്തും നിങ്ങൾ ആക്സസ് പോലും ഇല്ലാത്ത, സ്കൂളിൽ പോയി എത്തിപ്പെടാൻ പോലും പറ്റാത്ത ഒരുപാട് സമൂഹം നമുക്കിടയിലുണ്ട്. അവിടെയാണ് നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാർ എന്ന് ഞാൻ പറയുന്നത്. സോ ഞാൻ നേരത്തെ ടീച്ചിങ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ഒരുപാട് പുഴകൾ നീന്തിക്കടന്നും കാട്ടിലൂടെ കിലോമീറ്ററുകളോളം പോയി നടന്നും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് നമുക്കുണ്ട് ഈ കേരളത്തിൽ തന്നെ. അതുപോലെ തന്നെ സ്കൂളുകളിൽ പോലും എത്താൻ കഴിയാത്ത ഒരുപാട് വിദ്യാർത്ഥി സമൂഹങ്ങളും നമ്മൾക്കിടയിലുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ നിങ്ങളെത്ര ഭാഗ്യവാന്മാരാണ് എന്നെനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ നേരത്തെ ടീച്ചേഴ്സിനോട് പറഞ്ഞു, ഒരു കാരണവശാലും ഒരു വിദ്യാർത്ഥിയെ ഒരു വിഷയം പാസ്സാവാൻ വേണ്ടി മാത്രം പഠിപ്പിക്കരുത്. യു ഷുഡ് ടീച്ച് ഹിം ടു മേക്ക് സക്സസ് ഇൻ ദ ലൈഫ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ എക്സ്പെക്ടിങ്. സ്കിൽഡ് ഒരു സൊസൈറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേവല ബിരുദധാരികളെ പടച്ചുവിടാൻ വേണ്ടി മാത്രമല്ല വിദ്യാലയങ്ങൾ. എനിക്ക് പാരൻസിനോട് പറയാനുള്ളത് ഖലീൽ ജിബ്രാൻ്റെ വാക്കുകളാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞ ഖലീൽ ജിബ്രാൻ്റെ വാക്കുകളാണ് എനിക്ക് എൻ്റെ പാരൻസിനോട് ഓർമ്മിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല. അവർ നിങ്ങളിലൂടെയാണ് വളർന്നത്, പക്ഷേ അവർ നിങ്ങളുടേതല്ല എന്ന് ഖലീൽ ജിബ്രാൻ വളരെ വ്യക്തമായി നമ്മൾക്ക് മുമ്പിൽ വരച്ചിട്ടുണ്ട്. അവർ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിലും പക്ഷേ അവർ നിങ്ങളുടേതല്ല എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും അടിയറ ഇട്ട് പറഞ്ഞത്. നിങ്ങൾ അവർക്ക് നിങ്ങളുടെ സ്നേഹം നൽകാം, പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങൾ അവർക്ക് നൽകരുത്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഡ്രീംസ് അവരുടെ മേൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾ അവർക്ക് വഴികാട്ടിയാവാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കേണ്ടത്. എൻ്റെ മകൻ ഡോക്ടറാവണം, അല്ലെങ്കിൽ എൻ്റെ മകൾ എഞ്ചിനീയർ ആവണം എന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുത്.
അവർക്ക് വളരാനുള്ള ഒരു പാത വെട്ടി കൊടുക്കുക. അവർ എന്തെങ്കിലും ആവട്ടെ, അവരുടെ സ്വപ്നങ്ങൾ കണ്ട് വളരാനായിരിക്കും അവർ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഖലീൽ ജിബ്രാൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തീർച്ചയായിട്ടും വെക്കുകയാണ്. So education does not mean this learning, this mathematics, social science or biology, that's alone. It is a combination of educational, cultural and overall development of a person. One cannot develop a unidimensional person that is good in crunching numbers but does not know he is good neighbor. അപ്പോൾ സമൂഹത്തെ അറിയാനും സമൂഹത്തിൽ എന്ത് നടക്കുന്നു, തൊട്ടയൽപ്പക്കത്ത് എന്ത് നടക്കുന്നു എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് വളരാനുള്ള ഒരു വ്യക്തിയായി മാറണം നിങ്ങൾ എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. സോ ഇൻ ഓർഡർ ടു സ്റ്റാൻഡ് ഔട്ട് you ought to have become managers and leaders. Okay, we have very much expectation from you. തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ ഈ സമൂഹത്തിനുണ്ട്, നിങ്ങളുടെ പാരൻസിനുണ്ട്. നിങ്ങളെ നിങ്ങളാക്കി വളർത്തിയെടുക്കാൻ നിങ്ങളുടെ പാരൻസ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ നിങ്ങളുടെ ടീച്ചേഴ്സ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ ഈ സ്കൂൾ നിങ്ങൾക്കൊരു വേദി ഒരുക്കി തരുന്നുണ്ട്. അപ്പം ഇവരോടൊക്കെ ഉള്ള ഒരു നന്ദി പ്രകാശനത്തിലുള്ള ഒരു വേദി ആയിരിക്കണം നിങ്ങളുടെ മുകളിലോട്ടുള്ള വളർച്ചയും ബാക്കിയുള്ള കാര്യങ്ങളും. So in order to my expectation from you are of very high order, not only as individuals but also as the wise voices in the communities you serve. Okay, so you have the heart to excel in everything, you have the skill. So അത് അങ്ങനെ ആയി വളരാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ഇനിയും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. APJ അബ്ദുൽ കലാമിൻ്റെ വരികൾ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. When you wish upon a star, that makes no difference who you are. Anything your heart desires will come to you. നിങ്ങൾ എന്താവാനാണോ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. പക്ഷേ അതിനായിട്ടുള്ള കഠിനാധ്വാനവും സ്വപ്നവും എന്നും കണ്ടുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾക്ക് മുമ്പിൽ നിക്കിയ ഷംസീർ എന്ന ബാംഗ്ലൂരുകാരിയായ ഒരു കുട്ടിയുടെ ഓർമ്മകൾ കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. നിക്കിയ ഷംസീർ ഇന്ന് ഡയാന പ്രൈസൊക്കെ വാങ്ങി ലോകത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബാംഗ്ലൂരിലെ. ഈ നിക്കിയ ഷംസീർ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുട്ടി ചെയ്തതെന്താണെന്നറിയാമോ? ഒരുപാട് കർണാടകയിലെ ഒരുപാട് ഗ്രാമങ്ങളിൽ ബാഗും പുസ്തകവും പോലും കിട്ടാതെ വളരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബാഗ്സൊക്കെ ഉണ്ടാക്കി ആ വിദ്യാർത്ഥികളെ ഒടൊപ്പം കൊണ്ടുവന്ന് ആ വിദ്യാർത്ഥികൾക്ക് ബാഗും പുസ്തകങ്ങളും അവർക്ക് ഭക്ഷണവും ഒക്കെ കൊടുത്ത് കൊണ്ട് വളർന്നു വരികയായിരുന്നു 7ാം ക്ലാസ്സുകാരിയായി നിക്കിയ ഷംസീർ. ഓക്കെ, പിന്നീട് സയൻസ് ലാബുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഗ്രാമങ്ങളിൽ ഒരു സയൻസ് ലാബ് സ്ഥാപിക്കുകയും കുട്ടിയായിരിക്കുമ്പോഴാണ് 7ാം ക്ലാസ് സമയത്താണ് നിക്കിയ ഷംസീർ ഇത് ചെയ്തത്. ഇന്ന് നിക്കിയ ഷംസീർ ലോകം അറിയപ്പെടുന്ന ഡയാന പ്രൈസ് നേടിയ ഒരു വലിയ വ്യക്തിയായി വളർന്നിരിക്കുന്നു. നിങ്ങളുടെ പ്രായത്തിലാണ് ഒരു കുട്ടി ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓരോരുത്തർക്കും ഇത് പറ്റാവുന്നതാണ് എന്ന നിക്കിയ ഷംസീറിൻ്റെ ജീവിതചരിത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് when I see you my memories are going back to my school days. നിങ്ങളെ കാണുമ്പോൾ, വിദ്യാർത്ഥി സമൂഹത്തെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ബാല്യകാലമാണ്, ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടമാണ്. ഓക്കെ, ഈ കാലഘട്ടം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. സോ ദാറ്റ് ഈസ് എ വെരി മെമ്മറബിൾ മൂമെൻറ്റ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലഘട്ടമാണ് വിദ്യാർത്ഥി കാലഘട്ടം. ഈ അവസരത്തിൽ മഹാനായ കവി അല്ലാമ ഇക്ബാലിൻ്റെ വരികളുണ്ട്. യഥോലത്ത് ഭിലേലോ യശഹരത്ത് ഭിലേലോ ഫലേ ചീനിലോ മുജ്സെ മേരി ജവാനി मगर मुझको लौटा था बचपन का सावन, वो कागज़ की कश्ती वो बारिश का पानी. നിങ്ങൾ എന്നിൽ നിന്ന് എല്ലാം കവർന്നെടുത്തുകൊള്ളൂ, നിങ്ങൾ എൻ്റെ സൗന്ദര്യം കവർന്നെടുത്തുകൊള്ളൂ, നിങ്ങൾ എൻ്റെ സമ്പത്ത് കവർന്നെടുത്തുകൊള്ളൂ, പക്ഷേ നിങ്ങൾ എനിക്ക് തിരിച്ചു കാരുമോ? നിങ്ങൾ എൻ്റെ കുഞ്ഞുനാളിലെ ബാല്യകാലം, ഞാൻ എൻ്റെ കളിത്തോഴിയുമൊത്ത് കളിച്ചിരുന്ന കാലമില്ലേ, ആ കാലം തിരിച്ചു തരുമോ എന്നാണ് കവി ചോദിച്ചത്. സോ വി വിൽ വോണ്ട് ഗെറ്റ് ദിസ് ഏജ് അഗെയിൻ. അപ്പം ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ വളരുന്നത് എന്നനുസരിച്ചായിരിക്കും നമ്മൾ ഫ്യൂച്ചർ ഒരു നല്ല വ്യക്തിയായി തീരുക. അതുകൊണ്ട് തീർച്ചയായിട്ടും സമൂഹത്തിനും നാടിനും സ്വന്തം പാരൻസിനും കുടുംബത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു സമൂഹമായി വളരാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ബിംസ് സ്കൂൾ ഒരുക്കി തന്ന ഈ വേദി തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് അതിൻ്റെ മാനേജ്മെൻറ്റിനുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ഈവനിങ്. അസ്സലാമു അലൈക്കും.